നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. നിഫ്റ്റി ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നാളായി കണ്ടൻസുകളൊക്കെ വന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വരാതിരിക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ ഓപ്ഷനിലോട്ട് വരുന്നതിന് മുമ്പ് ഇൻട്രാഡേ സ്റ്റോക്കിൽ ചെയ്തിരുന്ന ആളാണ്. അതിലെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഓപ്ഷനെ കുറിച്ച് പഠിച്ചു, ഓപ്ഷൻ ബൈയിങ് ചെയ്തു തുടങ്ങി. ഓപ്ഷൻ ബൈക്ക് വരാനുള്ള കാരണം ഞാൻ CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും ഇതിനകത്തോട്ട് വരുന്നതും. അങ്ങനെ ഓപ്ഷൻ ബൈയിങ് തുടങ്ങി ഒരു 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഓപ്ഷൻ ബൈയിങ് ചെയ്തു. ഒരുപാട് കാശ് എനിക്ക് നഷ്ടപ്പെട്ടു. ഓപ്ഷൻ ബൈയിങ്ങിൽ സക്സസ് ആവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കുറച്ചധികം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ആസ് കമ്പാരിറ്റീവ്ലി ഓപ്ഷൻ സെല്ലേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, വളരെ മൈനോറിറ്റിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിങ്ങിൽ വിജയിക്കുന്ന ഒരുപാട് പേരില്ലേ, അത്രയേ ഉള്ളൂ. അത് നമ്മൾ എന്താണെന്ന് പറയുക, നമ്മുടെ ലക്കിൽ നമ്മൾ വിശ്വസിക്കണം, ഭാഗ്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. അത് എന്നെ സംബന്ധിച്ചോളം നടക്കുന്ന കാര്യമില്ല. അപ്പം ഞാൻ ഓപ്ഷൻ സെല്ലറായി മാറി. എൻ്റെ ഒരു 2 വർഷമായിട്ട് ഓപ്ഷൻ സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെച്ചപ്പെട്ട പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓപ്ഷൻ ഇൻട്രാഡേയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ സെല്ലിങ്ങിൽ ഇൻട്രാഡേയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നാളത്തോട്ട് വെച്ചിട്ടുള്ളൊരു ഇടപാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രാഡേയിൽ ചെയ്യുന്ന ടെക്നിക്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഏത് സമയത്ത് എപ്പോൾ എൻട്രി എടുക്കണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, ഇതിൻ്റെ റൂൾസ് എല്ലാം ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിലെ പുതിയ എക്സ്പയറി റൂൾസൊക്കെ അറിയാലോ. മന്ത്ലി ഇപ്പം 4 എക്സ്പയറി ഇല്ല, 2 എക്സ്പയറി ഉള്ളൂ. അപ്പോൾ ഈ 2 എക്സ്പയറി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻട്രാഡേ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ എൻട്രി എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് 9:30 to 10 o'clock, അതിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. എക്സിറ്റ് ചെയ്യുന്നത് 2:30. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 9:30ക്ക് ശേഷം വോളറ്റാലിറ്റി കുറവായിരിക്കും മാർക്കറ്റിൽ. അതുപോലെ തന്നെ 2:30ക്ക് ശേഷം വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വോളറ്റാലിറ്റി നമുക്ക് വേണ്ട. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രാങ്കിൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് പുട്ട് ഓപ്ഷനിലുള്ള പുട്ട് ഓപ്ഷനിലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെല് ചെയ്യുന്നു. അതുപോലെ തന്നെ കോൾ ഓപ്ഷനിലുള്ള മറ്റൊരു ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെല് ചെയ്യുന്നു. ഔട്ട് ഓഫ് ദ മണിയിലുള്ള 2 ഓപ്ഷൻ സ്ട്രൈക്സ് നമ്മൾ സെല് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ പറഞ്ഞല്ലോ, ഒരു കോളും ഒരു പുട്ടും ഔട്ട് ഓഫ് ദ മണിയിലുള്ള സെല് ചെയ്യുന്നു 9:30ക്ക് ശേഷം. രണ്ടാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് വീക്കിൽ ഇപ്പോൾ നമ്മൾ 2 എക്സ്പയറി ആണല്ലോ. ഫോർ എക്സാമ്പിൾ ഒന്ന് 15th ഒന്ന് 13th ആണെന്നുണ്ടെങ്കിൽ 15th ഫസ്റ്റത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 15th ഫസ്റ്റ് വീക്കിൽ, അതായത് 1 to 7 എന്ന് വെച്ച് ഫോർ എക്സാമ്പിൾ അങ്ങനെ വെച്ചാൽ, ആദ്യത്തെ ഒരാഴ്ച നമ്മൾ പ്രീമിയം 250 ഉള്ള ഒരു പുട്ട് ഓപ്ഷനും ഒരു കോൾ ഓപ്ഷനും സെല് ചെയ്യുന്നു. ഓക്കെ. സെക്കൻഡ് വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 100 പ്രീമിയം ഉള്ള 100 രൂപ പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് വീക്കിൽ 250 പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും രാവിലെ 9:30 സെല് ചെയ്യുന്നു. 2:30ക്ക് എക്സിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൽ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 100 രൂപ പ്രീമിയം ഉള്ളത് സെല് ചെയ്യുന്നു. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ആഴ്ച 250 രൂപേൻ്റെ 2 ഓപ്ഷൻ പ്രീമിയം സെല് ചെയ്യുന്നു, കോളും പുട്ടും. സെക്കൻഡ് വീക്കിൽ 100 രൂപ പ്രീമിയം ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് സെല് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. 2 പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷനിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് എത്രയാണ് വെക്കേണ്ടത്? 100%. ആരും നട്ടണ്ട, 100% വെക്കുക. അതായത് ഇപ്പോൾ 250ക്ക് വാങ്ങിയിട്ടുള്ള പുട്ട് ഓപ്ഷനിൽ 500 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുക. അതുപോലെ തന്നെ കോൾ ഓപ്ഷനിൽ 500 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുക, 250 രൂപ വാങ്ങിച്ചിട്ടുള്ളതിന്. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഹിറ്റായി കഴിഞ്ഞാൽ
കോസ്റ്റ് ടു കോസ്റ്റ്, അതായത് 250 തന്നെ ട്രയൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കോൾ ഓപ്ഷനിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി 500 രൂപ നമുക്ക് ഹിറ്റായി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്താണ്ട് 250 തന്നെ കൊണ്ടുവെക്കുക. അതേ കേസിന് 100 രൂപൻ്റെ സെക്കൻഡ് വീക്കിൽ വരുന്ന ഓപ്ഷൻ പ്രീമിയത്തിൽ നമ്മൾ 200 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അത് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ട്രയൽ ചെയ്തിട്ട് 100 രൂപയ്ക്ക് കൊണ്ടുവരുന്നു. ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ 2 ആഴ്ച ചെയ്തല്ലോ, ഒരൊറ്റ പ്രാവശ്യം പോലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. വളരെ അതിനാണ് നമ്മൾ 100% വെക്കുന്നത്. നമ്മൾ 10%, 20% വെച്ച് കഴിഞ്ഞാൽ പട്ടയെന്നാൽ ഞാൻ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നും ഈ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പരിപാടി തന്നെ ആയിരിക്കും. പിന്നെ വേറെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ കുറച്ച് ഫണ്ടൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മളിതിനൊരു ബിസിനസ്സായിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗാംബ്ലിംഗ് ആയിട്ട് ചൂതാട്ടമായിട്ട് കാണണ്ട. അപ്പം കുറച്ച് പൈസയൊക്കെ, അതായത് ബാങ്ക് നിഫ്റ്റി ഒരു ലോട്ട് ചെയ്യാൻ നമ്മൾ ഒരു 1.20, 1.25, 1.30 മാക്സിമം, പക്ഷെ നമ്മൾ 1.50 നമ്മളെ കയ്യിൽ കരുതണം. അതാണ് ഏറ്റവും സേഫസ്റ്റ് ഒരു ലോട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻസ്. പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ഇതൊരു മാസം ചെയ്താൽ, ഒരാഴ്ച ചെയ്താൽ ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ കുടുങ്ങിയെന്ന് വരും. നിങ്ങൾ സ്റ്റോപ്പ് ആവരുത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ചെയ്യണം. യു ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി എന്തായാലും നമുക്ക് ഇത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഒന്നും കൂടെ അതിനകത്ത് ക്ലാരിറ്റി വരും. അപ്പോൾ നമുക്ക് ഇനി ലൈവായിട്ട് കാണാം. പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ ഫസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഒരു ലിസ്റ്റായിട്ട് കാണിക്കാം. നിങ്ങളത് എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. വെബ്സൈറ്റ് വന്നിട്ട് ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഓപ്ഷൻ ചെയിനിൽ നമ്മൾ പിന്നെ ഇൻഡെക്സ് ബാങ്ക് നിഫ്റ്റി ആക്കി കൊടുക്കുക. ഇവിടെ ലിസ്റ്റിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ആക്കി കൊടുക്കുക. ഇപ്പോൾ 2 എക്സ്പയറി ഉള്ളൂ, മന്ത്ലി 2 എക്സ്പയറി ഉള്ളൂ. ആദ്യം വീക്കിലി എക്സ്പയറി ഉണ്ടായിരുന്നു, വീക്കിലി എക്സ്പയറി ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോൾ സൈഡ്, പുട്ട് സൈഡ്, 2 സൈഡ് കാണാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ ഈ കോൾ സൈഡിൽ നിന്ന് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഫസ്റ്റത്തെ വീക്കിൽ ഔട്ട് ഓഫ് ദ മണിയിലുള്ള 250 രൂപ പ്രീമിയം ഉള്ള 2 കോൾ ഓപ്ഷൻ, ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും സെല് ചെയ്യുക. അപ്പോൾ ഇത് സെക്കൻഡ് വീക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ 250 രൂപ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എടുക്കേണ്ടത് 250 രൂപ. 1 ഡേറ്റ് ആദ്യത്തെ വീക്കിൽ എക്സ്പയർ ഇല്ലെങ്കിൽ ആദ്യത്തെ വീക്കിൽ നമ്മൾ പ്രീമിയം എടുക്കേണ്ടത് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും 250 രൂപ വെച്ചിട്ടുള്ളത് എടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഇത് സെക്കൻഡ് വീക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇത് 27 നവംബറാണ് ഇതിൻ്റെ എക്സ്പയറി വരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് വീക്കിലോട്ട് കയറി. അപ്പോൾ നമ്മൾ ഇവിടെ 100 രൂപ പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷനാണ് ഡെയിലി സെല് ചെയ്യുന്നത്. 9:30 സെല് ചെയ്യുന്നത്. 9:30 ചാർട്ട് എടുക്കുക, ഓപ്ഷൻ ചെയിൻ എടുക്കുക, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ എടുക്കുക. 100 രൂപ പ്രീമിയം. അപ്പോൾ കറക്റ്റായിട്ട് 100 രൂപ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ 100 മുതൽ 110 വരെ ആകാം, അല്ലെങ്കിൽ 90 മുതൽ 100 വരെ ഉള്ളതൊക്കെ ആവാം. അതൊക്കെ എടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ 104 രൂപൻ്റെ 51,400 രൂപയുടെ ഒരു കോൾ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ സെല് ചെയ്യും. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു 100 രൂപ വിലയുള്ള ഒരു 110 ഉണ്ട്, 123, 98 ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആപ്റ്റായിട്ട് 98 തോന്നുന്നു. 49,200 ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ 98 രൂപയാണല്ലോ. അപ്പം 196 രൂപയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക. അതിൻ്റെ ഇതിൻ്റെ 100% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. വൺസ് ഈ പുട്ട് ഓപ്ഷൻ്റെ ഭാഗത്തുള്ള പുട്ട് ഓപ്ഷൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് വളരെ റെയർ ചാൻസ് ആണ്, ഹിറ്റ് ആവില്ല. അങ്ങനെ ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് എത്രയാണ്? ഇവിടെ നമ്മൾ 104 നമ്മുടെ അതിൻ്റെ പ്രീമിയം വരുന്നത്. അപ്പോൾ 208 നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ. ആ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് 104 നമ്മൾ ട്രയൽ ചെയ്യുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കണം, ഒരു ഉപകാരമാവും. അപ്പോൾ ഓക്കെ, ഐ ആം സൈനിങ് ഓഫ്. താങ്ക് യു.